ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി പലതരത്തിലുള്ള പഴംപൊരിയാണ്. ചായക്കടയിലെ കണ്ണാടിക്കുള്ളിലൊക്കെ കാണാറുള്ള പഴംപൊരി, നമ്മുടെ കാസർഗോഡൻ സ്റ്റൈലിലുള്ള പഴംപൊരി, ഞങ്ങൾ ബാക്കാച്ചി എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിലുള്ള പഴംപൊരിയാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം കേട്ടോ. ചായക്കടയിലെ പഴംപൊരി രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്, രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ചായക്കടയിലെ പഴംപൊരി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാം. 2 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 കിലോ പഴം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള അളവാണ്. 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പച്ചരിപ്പൊടിയാണ്, അല്ലെങ്കിൽ നൈസ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മാത്രം മതി, കാസർഗോഡൻ പത്തിരിപ്പൊടിയല്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു ചെറിയ മുട്ട നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചേർക്കുന്നെങ്കിൽ ഒരു ചെറിയ മുട്ട മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാനുള്ള വെള്ളം ഞാൻ ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള വെള്ളമാണ്. അതുപോലെ ചെറിയൊരു ചൂട്, ഒരു പൊടിക്ക് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചൂട് വേണമെന്നില്ല, ചെറിയൊരു ചൂടുണ്ടായാൽ മാത്രം മതി. എന്നിട്ട് നമുക്കിത് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. വെള്ളം പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1.5 കപ്പോളം വെള്ളം വേണ്ടി വരുന്നുണ്ട്. ഈ ഒരളവിൽ നല്ല തിക്കായിട്ടുള്ള മാവ് റെഡിയാക്കി എടുത്താൽ മതി, ലൂസാക്കി എടുക്കണ്ട. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ പഴത്തിൻ്റെ മധുരം അനുസരിച്ച് മാറ്റം വരുത്താട്ടോ. നല്ല പഴുത്ത പഴമാണെങ്കിൽ പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ മാവ് നല്ല പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സോടെയാണ് വേണ്ടത്. അപ്പോൾ നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ്. ഏകദേശം 1.5 കപ്പോളം വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മാത്രം ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഫുഡ് കളർ ഒഴിവാക്കിയിട്ട്. അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫുഡ് കളർ ഞങ്ങൾ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നല്ല പൊങ്ങി വരും. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. വേണമെങ്കിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു 15 മിനിറ്റോളം, ഇതിപ്പോൾ കണ്ടില്ലേ മാവ് നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഒന്ന് മൂടി വെച്ചിട്ട് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു പഴം നമുക്ക് 3 സ്ലൈസാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പഴം നമ്മൾ 2 ആയിട്ടൊന്നുമല്ല, 3 പീസായിട്ട് 3 സ്ലൈസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഹാഫായിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഏകദേശം 15 മിനിറ്റോളം നമ്മൾ മാറ്റി വെച്ച മാവിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട്, എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ പഴം മാവിൽ നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് നല്ലോണം കവർ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് സോഡ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ നമ്മൾ നേരത്തെ മാവ് റെഡിയാക്കുന്ന കൂട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പഴംപൊരി കുറച്ചും കൂടെ പൊങ്ങി വരും. ഇതിപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 1 കിലോ പഴം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നോർമലി ഉണ്ടാക്കിയെടുക്കുന്ന പഴംപൊരിയേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്, ഈ ഒരു ചായക്കടയിലെ പഴംപൊരി. അപ്പോൾ വേറൊരു രീതിയിലുള്ള പഴംപൊരിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, ചായക്കടയിലെ പഴംപൊരി തന്നെ. അപ്പോൾ നമുക്കതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ ആദ്യം റെഡിയാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി വേണ്ടത് ഇതിലോട്ട് 1 കപ്പ് വെള്ളം, ഈ ഒരു സമയത്ത് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ചെറിയൊരു ചൂടുള്ള വെള്ളം തന്നെയാണ് ഇതിലോട്ടും ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് ഇഡലി മാവാണ്. ഇപ്പോൾ പുളിച്ച മാവാണ്, ഇഡലി ദോശയുടെ മാവ്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, 3 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. അതാണ് ഇതിൻ്റെ വേറൊരു ട്രിക്ക് എന്ന് പറയുന്നത്, ഈ ഒരു ചായക്കടയിലെ പഴംപൊരിയുടെ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളത് യെല്ലോ ഫുഡ് കളർ. നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന, ഐസിങ് ചെയ്യുന്ന ഫുഡ് കളറാണ്. ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫുഡ് കളറിന് പകരം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പഞ്ചസാരയും അതുപോലെ ഇഡലി മാവും എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സായി വരട്ടെ, പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് മൈദമാവ് ചേർത്ത് കൊടുക്കാം. അതുപോലെ വെള്ളം ഇനി ഇതിലോട്ട് നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളവും ചൂടുവെള്ളം, ചെറിയ ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന മൈദമാവ് 2 കപ്പ് മൈദമാവാണ്. പിന്നെ പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാവ് ലൂസാണ് എന്നൊക്കെ തോന്നിയാൽ ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ മൈദമാവ് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇത് കുറേശ്ശെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ മാവ് റെഡിയാക്കുമ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്ക് മിക്സിയിൽ ബ്ലെൻഡറിലൊക്കെ ഇട്ടാൽ പെട്ടെന്ന് നമുക്കിത് നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടും. പക്ഷെ അങ്ങനെയല്ല, ഇതുപോലെ നമ്മൾ ഇഡലി മാവൊക്കെ നമ്മൾ കലക്കിയെടുക്കുന്ന പോലെ നല്ലോണം ഇളക്കി വേണം ഇത് യോജിപ്പിച്ചെടുക്കാനായിട്ട്. അതാണ് വേറൊരു ട്രിക്ക് കേട്ടോ, ചായക്കടയിലെ പഴംപൊരി. ഇനി ഇതിലോട്ട് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചൂടുള്ള വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിലോട്ട് ആദ്യം നമ്മൾ 1 കപ്പ് വെള്ളമാണല്ലോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു സമയത്ത് ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മൊത്തത്തിൽ 3/4 കപ്പ് വെള്ളം വേണ്ടി വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ ഈ ഒരു സമയത്ത് 3/4 കപ്പാണ് കേട്ടോ. നമ്മൾ ആദ്യം 1 കപ്പ് ചേർത്തിട്ടുണ്ടായിന്. മൊത്തത്തിൽ നോക്കുമ്പോൾ 1/4 കപ്പ് വെള്ളം ഇതിലോട്ട് പാകത്തിനാകുന്നുണ്ട്. അങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു തിക്നെസ്സോടെ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കുക, ഒരുപാട് ലൂസാക്കി എടുക്കാതെ. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, നല്ല തിക്നെസ്സോടെ. ഈ ഒരു തിക്നെസ്സോടെ വേണം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂണ് കടലപ്പൊടിയും കൂടെ, കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, 2 ടീസ്പൂൺ മാത്രം മതി. അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ, കുറച്ചും കൂടെ ഒരു ഇഡലി മാവിൻ്റെ പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കുക, അത്രയും തിക്നെസ്സോടെ. ഇനി നമ്മളിത് കുറച്ച് നേരം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടെ ഇത് ലൂസായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ലൂസാക്കി എടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള പരുവാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ മാവ് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ പരുവം. ഇത് കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സോടെയാണ് നമുക്ക് വേണ്ടത്. നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാത്ത തന്നെ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി നമ്മളിത് ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ഇത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ മാത്രം വെക്കുക, അതിനേക്കാളും കൂടുതൽ വെക്കണ്ട. 5 മണിക്കൂർ വെക്കാം കേട്ടോ, സമയം നോക്കിയിട്ട് തന്നെ. എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 5 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, ടെക്സ്ചർ തന്നെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ വെച്ചതിനേക്കാളും. അതുപോലെ നല്ല തിക്നെസ്സോടെ തന്നെ ഉണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കാം കേട്ടോ, പറ്റുമെങ്കിൽ ഈ ഒരു പരുവത്തിൽ തന്നെയാണ് വേണ്ടത് നമുക്കിതിൻ്റെ മാവ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ, ഇപ്പോൾ പഴം നീളത്തിലാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നോർമലി ചെയ്യാറുള്ള പോലെ ഇതിലോട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ നോർമലി ചെയ്യുന്ന പഴംപൊരിയും സാധാരണ കാസർഗോഡൊക്കെ ഞങ്ങൾ ചെയ്യാറുള്ള പഴംപൊരിയും ഈ ഒരു പഴംപൊരിയും നല്ല ഡിഫറൻ്റ് ഉണ്ട്, കാണാനും കഴിക്കാനും ഒക്കെ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ സ്വന്തം കാസർഗോഡത്തെ പഴംപൊരിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും 1 കിലോ പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു പഴം 3ആയിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നീട് 3ആയിട്ട് സ്ലൈസ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലോട്ട് നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാവ് റെഡിയാക്കാനായിട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദ തന്നെയാണ് ഇതിലോട്ടുള്ള മാവ് റെഡിയാക്കാനായിട്ടും ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട തീരെ കഴിക്കാത്തവരാണെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള വെള്ളം, ഒരു ചൂട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. 1.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 കപ്പ് മൈദക്ക് 1.5 കപ്പ് വെള്ളം നല്ല പാകത്തിനാകുന്നുണ്ട്. പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂട്ടി കൊടുത്താൽ മതി നോക്കിയിട്ട്. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പാകത്തിനാകുന്നുണ്ട്. നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന പഴത്തിന് അത്ര മധുരമില്ല എന്നുണ്ടെങ്കിൽ, അത്ര പഴുത്ത പഴമല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാര ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പഴം ഇതിലോട്ട് മുക്കി പൊരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ഈ ഒരു മാവ് കോട്ടിങ്ങായി കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇച്ചിരി തിന്നാക്കിയെടുക്കാം, കുഴപ്പമില്ല ഇതിനേക്കാളും. പക്ഷേ കറക്റ്റ് ഈ ഒരു പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മളിതൊരു 15 മിനിറ്റ് പറ്റുമെങ്കിൽ, സമയമുണ്ടെങ്കിൽ 15 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലോട്ട് പഴം ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ നല്ല ചൂടായ ശേഷം നമ്മൾ ഇതിലോട്ട് പഴം നമ്മളുണ്ടാക്കിയ മാവിലോട്ട് നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കുക. എന്നിട്ട് എണ്ണയിലോട്ട് ഇതുപോലെ നല്ല ചൂടായ എണ്ണയിലോട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഫ്ലെയിം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറക്കാട്ടോ. ഈ ഒരു സമയത്ത് പഴം ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച പഴവും അതുപോലെ മാവും നമുക്കിനി ഇതുപോലെ 2 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാനുള്ള പഴവും മാവും ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് എണ്ണയിലോട്ട് ഇട്ടപാട് അങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കണ്ട. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് സാവധാനം ഒന്ന് ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. ഇനി ഇത് ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം. പിന്നെ പഴം വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ വേണമെങ്കിൽ. പഴം കിള്ളിയിട്ടത്, അതുപോലെ പഴം വെച്ചിട്ടുള്ള കുറേ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് മുമ്പ് ഒറ്റ വീഡിയോയിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പഴംപൊരി കണ്ടില്ലേ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പഴംപൊരിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഞങ്ങൾ ബേക്കാച്ചിയ, കാസർഗോഡ് ബേക്കാച്ചിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പഴംപൊരി കഴിക്കാത്തവർ, പ്രത്യേകിച്ച് കാസർഗോഡ് നിന്ന് പുറത്തുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ ഒരു പഴംപൊരിയും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ ഞങ്ങൾ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന സംഭവമാണ് ഈ ഒരു പഴംപൊരി. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്